ഒരിടവേളയ്ക്ക് ശേഷം ഇലക്ട്രിക് ബസിന്റെ പിതൃത്വത്തെ ചൊല്ലി വീണ്ടും വിവാദം. പുതുതായി വന്ന 20 ഇലക്ട്രിക് ബസ്സുകളുടെയും 2 ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡക്കർ ബസ്സുകളുടെയും ഫ്ളാഗ് ഓഫ് കർമ്മത്തിനു മുന്നേയാണ് മുൻ ഗതാഗത മന്ത്രി തന്നെ വിവാദത്തിന് തിരികൊളുത്തിയത്. KSRTC ബസ്സുകൾ തന്റെ കുഞ്ഞുങ്ങളാണെന്നാണ് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ വാദം. സാധാരണഗതിയിൽ തിരുവനന്തപുരം മണ്ഡലത്തിനുള്ളിൽ തന്നെ ചെയ്യാറുള്ള KSRTC ബസ്സുകളുടെ ഉദ്ഘാടനം എങ്ങനെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വികാസ് ഭവനിലേക്ക് മാറിയതെന്ന് തനിക്കറിയില്ലെന്നും മുൻ ഗതാഗത മന്ത്രി പറഞ്ഞു. കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിന്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം. തൈക്കാട് പോലീസ് ഗ്രൗണ്ട് കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് വലിയ ചാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിന്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഇത്തവണ ഇതോടെ ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോൾ ഇതിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞായതുകൊണ്ട് എന്റെ കുഞ്ഞും കൂടെ ആണല്ലോ, അപ്പൊ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊന്ന് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആന്റണി രാജുവിന്റെ പരിഹാസങ്ങൾക്ക് മറുപടി പറയാതെയായിരുന്നു ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസംഗം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേട്ടങ്ങളും ഇനിയും മുന്നേറാനുള്ള മേഖലകളും മന്ത്രി ചൂണ്ടിക്കാട്ടി. KSRTCയുടെ ദാരിദ്ര്യമൊക്കെ മാറും, നിങ്ങൾ പേടിക്കണ്ട. ശമ്പളവും 1-ാം തീയതി കഴിഞ്ഞാൽ ഉടനെ മാറും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. അതേ എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകും. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ വിവാദങ്ങളും വിമർശനങ്ങളും ഗണേഷ് കുമാറിനെ അനുഗമിച്ചിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വിവാദത്തിന്റെ ഇലക്ട്രിക് ഷോക്കിലായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ. ഇലക്ട്രിക് ബസ്സുകളോടുള്ള ഗതാഗത മന്ത്രിയുടെ സമീപനം വലിയ രീതിയിൽ എതിർപ്പ് ക്ഷണിച്ചു വരുത്തി. ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതിന് എനിക്ക് യോജിപ്പില്ല. കാരണം ഇലക്ട്രിക് ബസ് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അറിവനുസരിച്ച് ഇലക്ട്രിക് ബസ് ഒരു സക്സസ് ആയി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല. 1. 2, ഈ ഇലക്ട്രിക് ബസ്സിന്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താണ്. ഇതിന് 1 കോടി രൂപ കൊടുക്കണം. 99 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില. അപ്പൊ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് 4 വണ്ടി വാങ്ങിക്കാം. 10 രൂപയ്ക്ക് തലസ്ഥാന നഗരിയിലോടുന്ന ഇലക്ട്രിക് ബസ്സിനെ ജനം സ്വീകരിച്ചെന്ന് ആദ്യം പ്രതികരിച്ചത് CPMന്റെ MLA ആയ VK പ്രശാന്താണ്. ഈ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നയമാണ് LDF എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നയം നടപ്പാക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു വലിയ സംവിധാനമായി ഈ ഇലക്ട്രിക് വാഹനങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ ആശ്രയിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രിയെ തള്ളിപ്പറഞ്ഞതോടെ ഇലക്ട്രിക് വിവാദത്തിൽ ഗണേഷ് ഒറ്റപ്പെട്ടിരുന്നു. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നു. മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടല്ലേ പരിശോധിക്കുക. തിരുവനന്തപുരം നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കാനുള്ള ശ്രമത്തിൽ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് മേയർ ആര്യ രാജേന്ദ്രനും മുൻപ് അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ഇതാദ്യമായാണ് വലിയ രീതിയിൽ വിമർശനമുയർത്തുന്നത്. എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം ആരംഭിച്ച വിവാദം ഗണേഷിന്റെ മൗനത്തോടെ കെട്ടടങ്ങാനാണ് സാധ്യത. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.